ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ ശ്രവിക്കുന്ന സനം ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ ക്രിസ്തുവേശുവിൻ്റെ ധന്യനാമത്തിലുള്ള സ്നേഹവന്ദനം ഞാൻ ആദ്യമായിട്ട് അറിയിക്കുന്നു. ഇന്നത്തെ ധ്യാനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചന ഭാഗം 51 സങ്കീർത്തനമാണ്. 51 സങ്കീർത്തനം ദാവീദാണതിൻ്റെ രചയിതാവ് എന്ന് നമുക്കെല്ലാം അറിയാമല്ലോ. ഒരു അനുതാപ സങ്കീർത്തനമാണ്. ആകെയുള്ള 150 സങ്കീർത്തനങ്ങളിൽ 75 എണ്ണം ദാവീദിൻ്റെയാണ്, ഏതാണ്ട് നേർപകുതി. 73 എണ്ണത്തിൽ ദാവീദിൻ്റെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട് തലവാചകത്തിൽ. 2-ാം സങ്കീർത്തനവും 95-ാം സങ്കീർത്തനവും ചില സൂചനകളുടെ വെളിച്ചത്തിൽ അതും ദാവീദാണ് എന്ന് നമുക്ക് വിചാരിക്കാവുന്നതാണ്. അങ്ങനെ 73-ഉം 2-ഉം 75 സങ്കീർത്തനങ്ങൾ ദാവീദ് രചിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു സങ്കീർത്തനം 51-ാം സങ്കീർത്തനം അതിൽ നിന്ന് അടർത്തി മാറ്റിയാൽ ദൈവം ദാവീദിനെക്കുറിച്ച് പറഞ്ഞ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, എനിക്ക് ബോധിച്ച മനുഷ്യൻ എന്നുള്ള ആ വാക്ക് ദൈവം പറയുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ദാവീദിനെ ദൈവസന്നിധിയിൽ നീതിമാനായും നിഷ്കളങ്കനായും ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി ദൈവത്തിന് ബോധിച്ചത് ഈ 51-ാം സങ്കീർത്തന രചനയാണ് എന്നാണ് എൻ്റെ ഒരു ബോധ്യം. അതുകൊണ്ട് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനം. ദാവീദിൻ്റെ ഹീനമായ പാപത്തെക്കുറിച്ചുള്ള ഏറ്റുപറച്ചിലാണ് ഈ സങ്കീർത്തനം എന്ന് ഇതറിയുന്ന എല്ലാ ദൈവമക്കൾക്കും അറിവുള്ളതാണല്ലോ. കൺഫെഷൻ എന്ന് പറഞ്ഞാൽ അവനവൻ്റെ തെറ്റുകളെ, കുറവുകളെ കണ്ടെത്തി പറയുന്നതാണ് കൺഫെഷൻ അഥവാ അനുതാപം. ബിസിബോഡി, മറ്റുള്ളവൻ്റെ അന്യൻ്റെ കുറവുകളെ കണ്ടെത്തി പറയുന്നത് പരദൂഷണം എന്ന് വരുന്ന ഗണത്തിലാണത് വരുന്നത്. അപ്പോൾ ഇവിടെ ദാവീദ് സ്വന്തം തെറ്റിനെ അഥവാ പാപത്തെ കണ്ടെത്തി ആ കാര്യത്തിൽ താൻ അനുതപിച്ച് ദൈവത്തോട് ഏറ്റുപറയുന്ന 21 അപേക്ഷകളാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. നാഥാൻ പ്രവാചകൻ ദാവീദിൻ്റെ അടുക്കൽ ചെന്ന് അവനെ ശാസിച്ചപ്പോൾ ചമച്ച ഒരു സങ്കീർത്തനം. ദാവീദ് ഊരിയാവിൻ്റെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുകയും ആ കാര്യം താൻ മറച്ചു വയ്ക്കുകയും, എന്നാൽ ദൈവം നാഥാൻ പ്രവാചകനെ അയച്ച് ദാവീദിൻ്റെ ആ പാപത്തെ അവനെ ഓർമ്മപ്പെടുത്തുമ്പോൾ അവൻ ചമച്ചതായ സങ്കീർത്തനമാണല്ലോ 51-ാമത്തെ സങ്കീർത്തനം. ഇവിടെ 2 കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. ഒന്ന്, പാപത്തിൻ്റെ പരിഹാരം ദൈവസന്നിധിയിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. മറ്റൊന്ന്, പാപികളുടെ വഴികാട്ടി എന്ന് ഈ സങ്കീർത്തനത്തെ നമുക്ക് വിളിക്കാം. എന്ന് പറഞ്ഞാൽ ഒരുവൻ വീണുപോയാൽ, പാപത്തിൽ അകപ്പെട്ടു പോയാൽ മടങ്ങി വരാൻ ദൈവസന്നിധിയിലേക്ക് അനുതാപത്തോടെ വരണം. അങ്ങനെ വരുമ്പോൾ ഈ സങ്കീർത്തനം ദാവീദിന് മാത്രമല്ല, ദാവീദിനെ പോലെ ഗുരുതരമായ പാപം ചെയ്തവർക്ക് മാത്രമല്ല, ചെറുതും വലുതുമായ അപരാധങ്ങളിൽ, പാപങ്ങളിൽ അകപ്പെടുന്ന എല്ലാവർക്കും ഈ സങ്കീർത്തനം ഉപകാരപ്രദമാണ്. വാക്കുകൾ അങ്ങനെ തന്നെ ആവർത്തിച്ച് അല്ലെങ്കിൽ അനുകരിച്ച് പറയുന്നതിലല്ല, സ്വന്തം തെറ്റുകളെ കണ്ടെത്തി ദൈവസന്നിധിയിൽ അനുതാപ ഹൃദയത്തോടുകൂടെ വരുമ്പോൾ അത് ദൈവപ്രസാദമാണ് എന്ന് പറഞ്ഞ് ഞാൻ വാക്യങ്ങളിലേക്ക് ഒന്ന് വേഗത്തിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രാരംഭത്തിൽ ഓർപ്പിച്ചുവല്ലോ 21 അപേക്ഷകൾ. എല്ലാം പറയാൻ സമയമില്ല, എങ്കിലും അതിൻ്റെ പ്രാധാന്യമുള്ള ചില കാര്യങ്ങൾ ഞാൻ പറയാം. 1-ാമത്തെ വാക്യത്തിൽ, ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, നിൻ്റെ കരുണയുടെ ബഹുത്വപ്രകാരം എന്നോട് കൃപയുണ്ടാകണമേ, നിൻ്റെ മഹാദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. അത് 3 കാര്യങ്ങളാണെങ്കിൽ ഞാൻ ഒരുമിച്ച് അതിനെക്കുറിച്ച് പറയാം. ദൈവത്തിൻ്റെ വലിയ കൃപ അഥവാ മഹാദയ, മഹാകരുണ ഉണ്ടായില്ലെങ്കിൽ ഈ പാപത്തിന് പരിഹാരമില്ല. എന്ന് പറഞ്ഞാൽ ദാവീദ് ഓൾറെഡി ശിക്ഷിക്കപ്പെട്ടു, അഥവാ ശിക്ഷയ്ക്കർഹമായ, മരണശിക്ഷയ്ക്കർഹമായ ഗൗരവതരമായ പാപമാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഏക പോംവഴി എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ ദയാഹർജി കൊടുക്കുക. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു കുറ്റവാളിയെ അവൻ പ്രസിഡന്റിൻ്റെ മുമ്പാകെ ഇന്ത്യൻ നിയമം അനുസരിച്ച് ദയാഹർജി കൊടുക്കാം. തെറ്റ് ചെയ്തില്ല എന്ന് വാദിക്കാനല്ല, തെറ്റ് ചെയ്തു പക്ഷേ എന്നെ ശിക്ഷിക്കാതെ വിടണമെന്നൊരു ദയാഹർജി കൊടുക്കാം. രാഷ്ട്രപതിക്ക് മനസ്സിലിവ് തോന്നിയാൽ, കരുണ തോന്നിയാൽ അവൻ്റെ ശിക്ഷ ഇളവ് ചെയ്ത് കൊടുക്കാം. ഏതാണ്ട് അതേപോലെ തെറ്റ് തന്നെയാണ്, പാപം ഗുരുതരമാണ്.
ശിക്ഷ അർഹിക്കുന്ന കുറ്റമാണെങ്കിലും ദൈവത്തിൻ്റെ മഹാദയുണ്ടെങ്കിൽ ദൈവത്തിന് ക്ഷമിച്ചു കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ്. ദയയും മനസ്സലിവും കൃപയും ചില വാക്കുകൾ അവിടെ ഉണ്ട്. അതിൽ കൃപയെന്ന് പറയുന്നത് അർഹിക്കാത്തതായ കാര്യങ്ങൾ നമുക്ക് ദൈവം നൽകുന്ന നന്മകളാണ്. കരുണയെന്ന് പറയുന്നത് അർഹിക്കുന്നത് തരാതിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അർഹിക്കുന്ന ശിക്ഷയും ദണ്ഡനവും നമുക്ക് തരാതിരിക്കുന്നതും നാം അർഹതയില്ലെങ്കിലും ദൈവം നമുക്ക് തരുന്ന ചില നന്മകളും കൂടെ ചേർത്ത് ഇതിനകത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകുന്നു. എൻ്റെ ലംഘനങ്ങളെ മായിച്ച് കളയണമേ. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്കുകളാണ് എന്നുള്ളത്. ലംഘനത്തെ തിരിച്ചറിയുന്ന ഒരു വലിയ തിരിച്ചറിവാണ്. ദാവീദിൻ്റെ പാപത്തിൻ്റെ ഗൗരവത്തെ താൻ അറിയുന്നു. എൻ്റെ ലംഘനങ്ങളെ നീ മായിച്ചു കളയണമേ. ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ഡിലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. കാരണം അത് പാടെ മായിച്ചു കളയുന്നു. ദാവീദ് അങ്ങനെ ഒരു പാപം ചെയ്തിട്ടേ ഇല്ല എന്ന നിലയിൽ ആ സംഭവത്തെ ദൈവമേ മായിച്ചു കളയണമേ. അതിന് ദൈവത്തിൻ്റെ ദയയും മനസ്സിലും ആവശ്യമുണ്ട്. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, ഞാൻ തന്നെ ചെയ്തു. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. കാരണം ഞാൻ നിന്നോട് തന്നെ പാപം ചെയ്തു. രണ്ട് കാര്യങ്ങൾ പറയുന്നത്, ഒന്ന്, പാപം ചെയ്ത പലരും മറ്റുള്ളവരുടെ മേൽ ആരോപിക്കും നമുക്ക് കാണാം. ഉദാഹരണം, ആദാമിൻ്റെ ലംഘനത്തെ അവൻ ഹവ്വയുടെ മേൽ കെട്ടിവെച്ചു. നീ തന്ന സ്ത്രീ, നീ എന്നോടുകൂടെ ഇരിക്കാൻ തന്ന സ്ത്രീ തന്നു. സ്ത്രീയോട് ചോദിക്കുമ്പോൾ പാമ്പെന്നെ വഞ്ചിച്ചു, ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് പറയേണ്ടതിനു പകരം കുറ്റം മറ്റുള്ളവരുടെ മേൽ ആരോപിക്കുന്നു. എന്നാൽ ദാവീദ് ഇവിടെ വളരെ ശുഭകരമായ ഒരു വാക്ക് പറയുന്നു, ഞാൻ തന്നെയാണ് തെറ്റ് ചെയ്തത്. അതിൻ്റെ പിന്നിൽ ആരും പ്രേരക ഘടകമായിരിക്കുന്നില്ല. വേണമെങ്കിൽ ദാവീദിന് പറയാം, ആ ഊരിയാവിൻ്റെ ഭാര്യ എന്ന് പറയുന്ന ആ സ്ത്രീയെ ഒരു യഹൂദ സ്ത്രീ ആയിരിക്കണമല്ലോ, അവളിങ്ങനെ പരസ്യമായി കുളിക്കാൻ വരാൻ പാടുണ്ടോ? അവളെങ്ങനെയാ ചെയ്തത് കൊണ്ടല്ലേ ഞാനിങ്ങനെ വീണുപോയതെന്നൊക്കെ വേണമെങ്കിൽ പറയാൻ ന്യായമായിട്ട്. എന്നാൽ ദാവീദ് പറഞ്ഞു, ഞാൻ അബദ്ധത്തിൽപ്പെട്ടു, ഞാൻ തെറ്റ് ചെയ്തു പോയി, ഞാൻ ലംഘനത്തിൽ അകപ്പെട്ടു പോയി ദൈവമേ എന്ന് ഏറ്റുപറയുന്ന ദാവീദിൻ്റെ ആ സ്വഭാവം നമുക്ക് അത് നല്ല സ്വഭാവമായിട്ട് കാണാനായിട്ട് കഴിയുന്നു. തെറ്റ് ചെയ്തെങ്കിലും തെറ്റിനെക്കുറിച്ച് അനുദപിക്കുന്ന ഏറ്റുപറയുന്ന ദാവീദിനെ, ഞാൻ തന്നെയാണ് അതിന് കുറ്റക്കാരൻ, വേറെ ആരുമല്ല, സാഹചര്യങ്ങളല്ല, മറ്റൊരാളല്ല അതിൻ്റെ കുറ്റക്കാരൻ, എൻ്റെ വീഴ്ചയാണെന്ന് ഏറ്റുപറയുന്ന ദാവീദിനെ ഈ സങ്കീർത്തനത്തിൽ കാണാം. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. എല്ലാ പാപങ്ങളും ദൈവത്തിന് എതിരായിട്ടുള്ളതാണ്. പാപമെന്ന് പറഞ്ഞാൽ എന്താണ്? മിസ്സിങ് ദ മാർക്ക്, ലക്ഷ്യം തെറ്റുക എന്നുള്ളതാണ്. മാത്രമല്ല ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിനൊത്ത് പ്രവർത്തിക്കാത്തതും പാപമാണ്. ദൈവം ചെയ്യരുതെന്ന് കൽപ്പിച്ച് ഏതെങ്കിലും കാര്യത്തിൽ അത് ചെയ്യാൻ ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്യുകയോ ചെയ്യാൻ പറഞ്ഞത് ചെയ്യാതിരിക്കുകയോ ചെയ്താൽ പാപമാണ്. മറ്റൊന്ന്, എല്ലാ അനീതിയും പാപം തന്നെ. യോഹന്നാൻ്റെ ലേഖനത്തിൽ കാണാൻ കഴിയും, സകല അനീതിയും അധർമ്മവും പാപം തന്നെ. അപ്പോൾ ദാവീദിന് ഒരു സംശയവുമില്ല, ഇത് ഗൗരവതരമായ ശിക്ഷയ്ക്ക് അർഹമായ കുറ്റമാണെന്നും ഞാനത് ചെയ്തു പോയി എന്നും, നിന്നോടാണ് ഞാൻ പാപം ചെയ്തത്. ആ ഒരു തിരിച്ചറിവും ദാവീദിനുണ്ടായി. മുടിയനായ പുത്രൻ അഥവാ നഷ്ടപ്പെട്ടു പോയ മകൻ അവൻ്റെ തെറ്റിനെക്കുറിച്ച് പറയുമ്പോൾ, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും ആണ് പാപം ചെയ്തത്, തെറ്റ് ചെയ്തത്. പ്രിയമുള്ളവരെ, ആ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇവിടെ ദാവീദിൻ്റെ വീഴ്ചയെക്കുറിച്ച് പറയുമ്പോൾ, കാട്ടിൽ ആടിൻ്റെ പുറകെ ആരോരുമില്ലാതെ അലഞ്ഞു നടന്ന അവനെ പിടിച്ച് ശമൂവേൽ പ്രവാചകൻ തൈലക്കൊമ്പിൽ തൈലവുമായി അഭിഷേക തൈലവുമായി വന്ന് അവൻ്റെ മേൽ കാട്ടിൽ നിന്ന് ആളയച്ച് വിളിപ്പിച്ച് അവൻ്റെ മേൽ അഭിഷേക തൈലമൊഴിച്ച് അവൻ രാജാവാക്കി, മുഴുവൻ ഇസ്രായേലിൻ്റെ രാജാവാക്കി. താൻ ആ കാര്യങ്ങളൊക്കെ ചില നിമിഷങ്ങളിലേക്ക് മറന്നുപോയി. ദൈവത്തിൻ്റെ ഉപകാരങ്ങൾ, നന്മകൾ അഥവാ ദൈവം ചെയ്ത വൻ പ്രവൃത്തികളെ. അതുകൊണ്ട് താൻ പറയുന്ന കാര്യം ഇവിടെ ഇങ്ങനെയാണ്, എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ. എത്ര വളരെ അനുഗ്രഹിക്കപ്പെട്ട അഥവാ വളരെ ഉച്ചസ്ഥായിയിൽ പറയേണ്ട ഒരു കാര്യമാണ്. നന്നായി കഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത ഈ പ്രവൃത്തിയുടെ ആ പാപം മാത്രമല്ല, ജന്മപാപം കൂടെ അവിടെ പറയുന്നുണ്ട്. ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായത് പാപത്തിലാണ്, അകൃത്യത്തിലാണ്. അപ്പോൾ ജന്മപാപമുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ജന്മപാപവും കർമ്മപാപവും ഇത് രണ്ടും കൂടെ ദൈവമേ മായിച്ചു കളയണം, ക്ഷമിച്ചു തരണമെന്നാണ് ഇവിടെ പറയുന്നത്. ചില കറകൾ
എത്ര അലക്കിയാലും പോവുകയില്ല, തുണി കീറിയാലും ചില കറകൾ പോവുകയില്ല. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്, സകല പാപവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് എന്ന് പറയുന്നത്. ഞാൻ മുമ്പോട്ട് പോകട്ടെ. എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ, 12-ാമത്തെ വാക്യമാണ്. പാപം നീങ്ങുമ്പോഴാണ് ഒരുവന് വിശുദ്ധി കിട്ടുന്നത്, അഥവാ വെടിപ്പാകുന്നത്, നിർമ്മലനാകുന്നത്. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. അന്തർഭാഗത്തിലെ സത്യം, അന്തരംഗത്തിലെ ജ്ഞാനം, ഇത് രണ്ടും വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതും പഠിക്കേണ്ടതുമാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകേണ്ട വിശേഷപ്പെട്ട ചില കാര്യങ്ങളെയാണ് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അന്തർഭാഗത്തിലെ സത്യം, അന്തരംഗത്തിലെ ജ്ഞാനം. വിശദീകരിക്കാതെ ഞാൻ മുമ്പോട്ട് പോകട്ടെ. നമുക്ക് മലയാളത്തിൽ ചൊല്ലുണ്ടല്ലോ, കള്ളനാണെങ്കിലും ഉള്ളു നന്നായിരിക്കണം. ഉള്ളമാണ് ദൈവം പരിശോധിക്കുന്നത്. നമ്മുടെ കർത്താവും പറഞ്ഞിട്ടുണ്ട്, പുറമേ ഉള്ളത് മനുഷ്യൻ മുഖം കാണുന്നു, ദൈവം അകം നോക്കുന്നു. ശൗലിൻ്റെ കാര്യത്തിലും ദാവീദിൻ്റെ കാര്യത്തിലും ഒക്കെ ശമൂവേൽ പ്രവാചകനോട് ദൈവം പറഞ്ഞ വാക്കുകളും ഇത് തന്നെയാണ്. നീ അവൻ്റെ മുഖമോ പൊക്കമോ നോക്കരുത്, അവൻ്റെ അകം നോക്കണം. ഏത് മനുഷ്യൻ്റെയും അകമാണ് ദൈവം പരിശോധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ മുമ്പോട്ട് പോകട്ടെ. ഈ സോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ. ഈ സോപ്പ് എന്ന് പറയുന്നത് ചുവരിന്മേൽ വളരുന്നൊരു ചെറിയ ചെടിയാണ്, നമുക്കറിയാം. അതൊരു ബ്രഷായിട്ട് ഈ സോപ്പിൻ്റെ തണ്ടുകൾ കൂട്ടിക്കെട്ടി രക്തത്തിൽ മുക്കിയിട്ട് ഈജിപ്തിൽ വെച്ച് കട്ടളപ്പടിമേലും കുറുമ്പടിമേലും പുരട്ടുമ്പോൾ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ ഈ ബ്രഷ് പോലെ ഈ സോപ്പ് ചെടി മുക്കി അത് അടയാളം വെച്ചു. അപ്പോൾ ഈ സോപ്പിനല്ല അവിടെ പ്രാധാന്യമുള്ളത്, ആ ഈ സോപ്പ് കൊണ്ട് തളിക്കപ്പെട്ട അല്ലെങ്കിൽ അവിടെ അടയാളമിടപ്പെട്ട രക്തത്തിനാണ്. ചേർത്ത് ഞാൻ പറയട്ടെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തത്താലാണ് നമുക്ക് വീണ്ടെടുപ്പ്, വിടുതൽ ലഭിച്ചത് എന്ന് ഞാനൊന്ന് ഉറപ്പിച്ചും തറപ്പിച്ചും പറഞ്ഞ് ഞാൻ മുമ്പോട്ട് പോവുകയാണ്. ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, നമ്മുടെ പാപത്തിൻ്റെ പരിഹാരം അവിടെയാണ്. മുമ്പോട്ട് പോകട്ടെ പ്രിയപ്പെട്ടവരെ. എന്നെ ശുദ്ധീകരിക്കണമേ, 7-ാം വാക്യത്തിലാണ്. സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ കറയാണ്, നമുക്കറിയാം. ഷേക്സ്പിയറിൻ്റെ ഒരു ഡ്രാമയിലെ മാക്ബത്തും ലേഡി മാക്ബത്തും കൂടെ രാജാവിനെ ചതിച്ചു കൊന്നു. എന്നാൽ ഇതിൻ്റെ മനസാക്ഷിക്കുത്ത് അവരെ വേട്ടയാടി ഒരു മനോവിഭ്രമമുണ്ടായതുപോലെ അവർ നടക്കുന്നു. എന്നിട്ട് ലേഡി മാക്ബത്ത് പറയുന്നൊരു കാര്യമുണ്ട്, കൈ കഴുകുമ്പോൾ പിന്നെയും ശുദ്ധമായില്ല. ഒടുവിൽ പറഞ്ഞു, ഞാൻ ഈ കറ എവിടെ കൊണ്ടുപോയി കഴുകിക്കളയും? ലോകത്തിൽ എവിടെ വെച്ചാണ് ഈ കറ? പ്രിയമുള്ളവരെ, ലോകത്തിൽ പാപത്തിൻ്റെ കറ കഴുകിക്കളയാവുന്ന ഒരൊറ്റ വസ്തു മാത്രമേ ഉള്ളൂ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം. ദാവീദും എന്നെ നന്നായി ശുദ്ധീകരിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുവാൻ ഇടയാക്കണമേ. എൻ്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിൻ്റെ മുഖം മറയ്ക്കണമേ. ഒരു പക്ഷേ ദൈവം അവനെ നേരിട്ട് നോക്കിയാൽ ഉരുകിപ്പോകും, നമ്മളും അങ്ങനെയാണ്, ഉരുകിപ്പോകും. എന്നാൽ ദൈവം നമ്മെ എവിടെയെങ്കിലും മറച്ചുകൊണ്ട്, അഥവാ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ നമ്മെ നോക്കിയില്ലെങ്കിൽ നമ്മൾ ദൈവത്തിൽ നിൽക്കുവാൻ യാതൊരു യോഗ്യതയും അർഹതമില്ല. പ്രിയപ്പെട്ടവരെ, എൻ്റെ പാപങ്ങളെ കാണാതെ കൊണ്ട് നിൻ്റെ മുഖം മറയ്ക്കണമേ എന്ന് ദാവീദ് പറയുന്നത് കൊണ്ടാണ്. എൻ്റെ അകൃത്യമൊക്കെയും മായിച്ചു കളയണമേ. എന്നിൽ നിർമ്മലമായൊരു ഹൃദയം സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുക്കണമേ. ദൈവം മനുഷ്യനെ നേരുള്ളവനായിട്ട് സൃഷ്ടിച്ചു, എന്നാൽ അവനോ അനേകം സൂത്രങ്ങളെ ആരാഞ്ഞു വരുന്നുവെന്ന് ശലോമോനും ആ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. നിന്റെ സന്നിധിയിൽ നിന്നെ തള്ളിക്കളയരുതേ. തള്ളിക്കളയാവുന്ന പ്രവൃത്തിയാണ് ദാവീദിനെ തിരിച്ചറിയാൻ പറ്റി. ആദാമും അതുപോലെ കയീനും അതുപോലെ ശൗലുമൊക്കെ ദൈവം അവരെ തള്ളിക്കളഞ്ഞത് അറിയാവുന്ന ദാവീദാണ് പറയുന്നത്. തള്ളിക്കളയാവുന്ന കുറ്റമാണെങ്കിലും എന്നെ ദൈവമേ തള്ളിക്കളയരുത് എന്ന് പറയുന്നത്. ഇൻ യുവർ പ്രസൻസ് ദർ ഈസ് ജോയ്, ദ ഫുൾനെസ് ഓഫ് ജോയ്, സന്തോഷത്തിൻ്റെ പൂർണ്ണതയുണ്ട്. അറ്റ് യുവർ റൈറ്റ് ഹാൻഡ് ദർ ഈസ് പ്ലഷർ, എവർലാസ്റ്റിംഗ് പ്ലഷർ, നിത്യമായ ആനന്ദം, നിലനിൽക്കുന്നതായ ആനന്ദം, പൂർണ്ണതയുള്ള സന്തോഷം കിട്ടുന്നത് നിൻ്റെ സന്നിധിയിലാണ്. അവിടം വിട്ടാൽ പോയി. തള്ളിക്കളയരെ എന്ന് പറയുമ്പോൾ ദൈവ സാന്നിധ്യമില്ലെങ്കിൽ എവിടെയാണെങ്കിലും സ്വസ്ഥതയില്ല. ദൈവ സാന്നിധ്യമുണ്ടെങ്കിൽ അമേരിക്കയിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും അന്റാർട്ടിക്കയിലാണെങ്കിലും അകത്താണെങ്കിലും പുറത്താണെങ്കിലും അതൊരു ധൈര്യമാണ്, ആശ്വാസമാണ്, ബലമാണ്. ഞാൻ മുമ്പോട്ട് പോകട്ടെ. നിൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. രക്ഷയല്ല അവിടെ നഷ്ടപ്പെടുന്നത്, രക്ഷയുടെ സന്തോഷം അത് അനുഭവിക്കാൻ കഴിയാതിരിക്കുന്നു. പാപത്തിലകപ്പെടുമ്പോൾ രക്ഷയുടെ സന്തോഷം ദൈവം സൗജന്യമായി നൽകി രക്ഷയുടെ ആ സന്തോഷത്തെ നഷ്ടപ്പെടുത്തുന്നെന്ന
ഒരു ഉപദേശ വിഷയം കൂടെ അതിൽ അടങ്ങിയിട്ടുണ്ട്. ഞാൻ മുമ്പോട്ട് പോകട്ടെ. മാത്രമല്ല, മനസ്സരക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. രക്തപാതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമത്തിലേക്കൊന്ന് പോകേണ്ടതുണ്ട്. ഞാൻ പെട്ടെന്നൊന്ന് പോയിട്ട് മടങ്ങി വരാം. രക്തപാതകൻ ഒരുവനെ അടിച്ച് കൊന്നാൽ അവൻ്റെ ബന്ധുക്കളിൽ ആരെങ്കിലും കൊന്നയാളിനെ അടിച്ചു കൊല്ലുവാൻ അവകാശമുണ്ട് പഴയ നിയമവ്യവസ്ഥ പ്രകാരം. അതിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ സങ്കേത നഗരങ്ങൾ 6 എണ്ണമുണ്ട്. അതിൽ ഓടിപ്പോയി അവിടെ അഭയം പ്രാപിക്കണം. അപ്പോൾ ഇവിടെ രക്തപാതകത്തിൽ തന്നെ വിടുവിക്കണം എന്ന് പറഞ്ഞാൽ ഊരിയാവിനെ അവൻ കൊല്ലിച്ചു മനഃപൂർവ്വം. എന്നാൽ അധികാരം ഉപയോഗിച്ച് തൻ്റെ ബുദ്ധി ഉപയോഗിച്ചൊക്കെ ചെയ്ത ഈ കാര്യത്തിന് വെളിച്ചത്ത് വരുമ്പോൾ ഊരിയാവിൻ്റെ ബന്ധുക്കൾക്ക് ദാവീദിനെ കൊല്ലുവാനൊരു അവകാശം അന്നത്തെ നിയമപ്രകാരമുണ്ട്. അതിൽ നിന്നും കൂടെ രക്ഷിക്കണം എന്നാണ് ഇവിടെ ദാവീദിൻ്റെ അപേക്ഷ. മുമ്പോട്ട് പോകുകയാണ്. നിന്റെ പ്രസാദപ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ, യെരൂശലേമിൻ്റെ മതിലുകളെ പണിയണമേ. യെരൂശലേമും സിയോനും യഹൂദന്മാരുടെ അഭിമാന സ്തംഭങ്ങളാണ്. ദാവീദ് ശിക്ഷിക്കപ്പെട്ടാൽ, ഈ കുറ്റത്തിൽ ദൈവം അവനെ ശുദ്ധീകരിച്ച് ഒഴിവാക്കിയില്ലെങ്കിൽ അത് യെരൂശലേമിനെ കൂടെ ബാധിക്കും. യെരൂശലേം യഹൂദൻ്റെ പ്രശംസാ വിഷയമാണ്. സിയോൻ മഹാരാജാവിൻ്റെ കൊട്ടാരമിരിക്കുന്ന സ്ഥലമാണ്. മതിലെന്ന് പറയുന്നത് സുരക്ഷിതത്തെ കാണിക്കുന്നു. എൻ്റെ പാപം നിമിത്തം ദൈവമേ ഈ ജനത്തെ നീ ശിക്ഷിക്കരുത്. ദാവീദിൻ്റെ അനുതാപം യഥാർത്ഥത്തിലുള്ളതാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നൊരു ഭാഗം അതാണ്. ദൈവമേ എന്നെ ശിക്ഷിക്കരുതെന്ന് പറഞ്ഞു. അഥവാ എൻ്റെ ഈ മാറ്റപ്പെടൽ കൊണ്ട്, അഥവാ എന്നെ നീ ശിക്ഷിച്ച് ലോകത്തുനിന്ന് മാറ്റിയാൽ തുടങ്ങി വെച്ച പ്രവൃത്തികൾ തീർക്കുവാനുണ്ട്. അന്ന് ആലയമില്ലല്ലോ, മതിൽ പണി പൂർത്തിയായിട്ടില്ല, അങ്ങനെ പല കാര്യങ്ങളും താൻ തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. അത് തീർക്കുവാൻ തക്കവണ്ണം ദൈവമേ എനിക്ക് ആയുസ് തരണം, എന്നോട് ക്ഷമിച്ചു തരണം. അതുകൊണ്ടാണ് ഒടുവിൽ പറയുന്നത്, നീ ദൈവകരങ്ങളിൽ വീണ്ടും എന്നെ ഉപയോഗിക്കണം, ഞാനതിന് നിന്ന് തരാം. ഇനി ഇതുപോലുള്ള അപരാധങ്ങൾ, ലംഘനങ്ങൾ ഞാൻ ആവർത്തിക്കുകയില്ല. പിന്നീട് ഒരിക്കലും ദാവീദ് ഇതുപോലുള്ളൊരു പാപത്തിൽ പെട്ടിട്ടില്ല കേട്ടോ. യഥാർത്ഥമായിട്ടുള്ളൂ അനുതാപം, മാനസാന്തരം ദാവീദിനുണ്ടായി. ആ അനുതാപ സങ്കീർത്തനമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് ഞാൻ പ്രാപ്തി പോലെ ദൈവം തന്ന കൃപയ്ക്കൊത്തവണ്ണം ഞാൻ ആ കാര്യമൊന്ന് വിലയിരുത്തുകയും വിശദീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. തുടങ്ങി വെച്ച പണി തടസ്സപ്പെടാതിരിക്കുവാൻ, ജനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഒരു യഥാർത്ഥ മാനസാന്തരം നമുക്ക് എല്ലാ കാര്യങ്ങളിലും ആവശ്യമുണ്ട്. ദാവീദിനെ പോലെ ഗുരുതരമായ പാപമല്ലെങ്കിലും ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടുവാൻ നമ്മെ വിട്ടുകൊടുക്കാം, നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ആമേൻ, ആമേൻ.